ഹായ് ഹലോ എല്ലാവർക്കും ആസസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു പീസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 2 നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 800 മീറ്റർ മാത്രം ദൂരമാണ് ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്നുള്ളൂ. വേണമെങ്കിൽ ജസ്റ്റ് നടന്നു പോകും, വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രം ദൂരമേ ഉള്ളൂ ഇൻഫോ പാർക്ക് ഫേസ് 2ലേക്ക്. ഫേസ് 1ലേക്കാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ ദൂരവും വരുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിന്ന് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ നല്ലൊരു വില്ല പ്രൊജക്റ്റ് ഉണ്ട്. ഒരു 4 വീടുകളുള്ള ഒരു വില്ല പ്രൊജക്റ്റ്. ഇനിയും വീടുകൾ വരുന്നുണ്ട്. 4 വീടുകളിൽ പണി ഓൾറെഡി ഫിനിഷായി കഴിഞ്ഞു. അതിൽ 5.5 സെൻറ്റ് വരുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. 5.5 സെൻറ്റിൽ 4 ബെഡ്റൂമുകളായി 2100ഓളം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി സ്പേസും വരുന്നുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. മനോഹരമായൊരു ചുറ്റുമതിലാണ്. ഫ്രണ്ട് മതിലെല്ലാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിട്ടുണ്ട്. നല്ല വീതി കൂടിയ റോഡ്, എനിക്ക് തോന്നുന്നു ഒരു 5-5.5 മീറ്റർ വീതി ഉള്ള റോഡ് സൗകര്യം നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. 3 കാറുകൾ ഒരേ സമയത്ത് ഈ വീടിൻ്റെ മുൻവശത്ത് നമുക്ക് പാർക്ക് ചെയ്യാം. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കലുകളാണ് വെച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. വടക്ക് കിഴക്ക് മൂലയിലായി ഈ ഒരു ഭാഗത്തായി കിണർ നൽകിയിട്ടുണ്ട്. നമുക്ക് കാണാം ധാരാളം വെള്ളമുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ഒരു 3 കാറ്, ഒരു കവേർഡ് കാർ പാർക്കിങ്ങും 2 ഓപ്പൺ കാർ പാർക്കിങ്ങും നമുക്കിവിടെ അവൈലബിൾ ആണ്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് വശങ്ങളെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഇവിടെ എല്ലാം നമുക്ക് കടുപ്പാക്കല്ലുകൾ ഈ ഫ്രണ്ട് മുറ്റത്ത് വിരിച്ച അതേ കടുപ്പാക്കല്ലുകൾ തന്നെയാണ് ഈ ഒരു ഭാഗത്തും വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി നമുക്കൊരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ബാക്ക് വശമാണ്, വീടിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. വീടിൻ്റെ ബാക്ക് വശത്തായി വലിയൊരു കൃഷിയിടമാണെന്ന് കരുതി പേടിക്കൊന്നും വേണ്ട. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയ കൂടിയാണ്. ഈ ഒരു ഭാഗത്തെല്ലാം വീടിൻ്റെ ഫ്ലോറിങ്ങിലെല്ലാം ഇവിടെയെല്ലാം ഫ്ലോറിങ്ങിനായി കടുപ്പാക്കല്ല് വിരിച്ചിരിക്കുന്നു. വീണ്ടും ഫ്രണ്ട് വശത്ത് വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു. മുൻവശത്തെ ഡോറാണ് ഈ കാണുന്നത്. തേക്ക് മരത്തിലാണിത് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. അതിന് മുമ്പായി ഇവിടെ ഒരു കോർട്ട്യാർഡെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയിലാണ്. മൊറോക്കൻ ടൈലെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നമുക്ക് കാണാം നല്ല സ്പേഷ്യസായാണ് ഈ ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ, എനിക്ക് തോന്നുന്നു ഒരു 10-20 പേർ കപ്പാസിറ്റിയുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി ഡൈനിങ് എന്നത് ഈ ഒരു കോർണർ ഭാഗത്തായി ഒരു കോമൺ വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും നല്ല വെളിച്ചം ലഭിക്കുന്നുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു രീതിയിലാണ് തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായി നമുക്ക് ഒരു വർക്ക് ഏരിയ ഞാൻ നേരത്തെ കാണിച്ചു. വീടിൻ്റെ ബാക്ക് സൈഡ് ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെ ഗ്യാസ് സിലിണ്ടർ വയ്ക്കാനുള്ള പ്രത്യേക ഗേജുകളെല്ലാം നൽകിയിട്ടുണ്ട്. ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഫസ്റ്റ് ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ബാത്റൂമിലാണെങ്കിൽ ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഫിറ്റിങ്സുകൾ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോകാം. സെക്കൻഡ് ബെഡ്റൂമാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഒരു 12-14 എന്ന അളവിലാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല നല്ല സ്പേഷ്യസ് ഒരു ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. കൺസീൽഡായിട്ട് തന്നെ ജാഗോർ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ഡൈനിങ് ഏരിയയുടെ സൈഡിൽ നിന്ന് നൽകിയിരിക്കുന്നു.
നേരെ കയറി ചെല്ലുന്നത് ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു സ്റ്റഡി ടേബിളും ഇവിടെ അവൈലബിൾ ആണ്. നല്ല വെന്റിലേഷൻ സൗകര്യം, ധാരാളം വിൻഡോകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3rd ബെഡ്റൂം ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല കൺസീൽഡായിട്ട് തന്നെ മനോഹരമായ രീതിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈൽസുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിലുള്ള വാൾ ടൈൽസുകൾ നൽകിയിരിക്കുന്നു. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം, ഫോൾ സീലിംഗ് വർക്കുകൾ, അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ എല്ലാം തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് വീണ്ടും ബാക്ക് വശത്ത് ലഭിക്കുന്നുണ്ട്. വലിയൊരു ഫംഗ്ഷനല്ല, വേണമെങ്കിൽ ഒരു 20-25 പേർ ഒരു ഫംഗ്ഷനെല്ലാം നടത്താൻ പറ്റിയൊരു സ്പേസ് കൂടിയാണിത്. ചെറിയ ബർത്ത്ഡേ പാർട്ടി അതുപോലെയുള്ള അങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്ടികൾ നടത്താം. ഇതിൻ്റെ ബാക്ക് വശത്തായി നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാം. നല്ല ഭംഗിയിലുള്ള ഒരു കൃഷിയിടമാണ് ബാക്ക് സൈഡ് വരുന്നത്. നല്ല കാറ്റും വെളിച്ചവും ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഒരു ബാൽക്കണി അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് വശത്ത് ഒരു ബാൽക്കണി അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് വീടിൻ്റെ വിലയാണ്. മനോഹരമായ ലൊക്കേഷനിൽ 5.5 സെൻറ്റിൽ 4 ബെഡ്റൂമുകൾ കൂടിയ നല്ലൊരു വീടാണ്. നല്ലൊരു ലൊക്കേഷനിൽ നല്ല റോഡ് സൗകര്യവും വെള്ളവും വെളിച്ചവും എല്ലാ സൗകര്യവുമുള്ള മനോഹരമായൊരു ഏരിയ. വീടിൻ്റെ വില വരുന്നത് 1,10 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെയുള്ള മറ്റൊരു വീട് കൂടി അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഈ സൈഡ് കാണുന്ന വീടും അവൈലബിൾ ആണ്. 2 വീടുകളായി വേണമെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലി ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും 2 വീടുകൾ ചേർന്ന് വേണമെങ്കിൽ ഇത് രണ്ടും നമുക്ക് വാങ്ങാവുന്നതാണ്. വീടിൻ്റെ വില 1,10 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിന് ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.